ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവർക്ക് എപ്പോഴാണ് ധൈര്യം അവരെപ്പോ റിപ്പോർട്ട് ചെയ്യണം? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ആംബിയറുള്ള പുരുഷന്മാരാണ് സ്ത്രീകൾ എപ്പോ വേണമെങ്കിലും സ്ത്രീകൾ തീരുമാനിച്ചാൽ ഇതുപോലെ നിങ്ങൾ തീരുമാനമെടുക്കും. ദീപക്കിനെ പോലുള്ള മരണത്തിനിടയാക്കുന്ന വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്. പറഞ്ഞു ജയിക്കാൻ പറ്റൂല. മീറ്റു മൂവ്മെന്റിനെ പറ്റിയാണ് പറഞ്ഞത്. മീറ്റു മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? ആ മീറ്റു മൂവ്മെന്റ് ഫേക്ക് മീറ്റു ആവരുത്, അത്രേ ഉള്ളൂ. ഫേക്ക് മീറ്റു ആവരുത്, ഫേക്ക് മീറ്റു ആവരുത്. എന്ത് തരം എനിക്ക് അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം, 5 വയസ്സിലുണ്ടായ ഒരു അബ്യൂസ്, യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. 5 വയസ്സുള്ള ഒരു അബ്യൂസ് ഞാൻ ഇതേപോലെ ഒരു സോഷ്യൽ സ്പേസിൽ വർഷങ്ങൾക്ക് ശേഷം അഡ്രസ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് 16 വയസ്സായി കാണും. ഞാൻ ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളെയൊക്കെ കണ്ട് യൂറോപ്പിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. എന്നിട്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി, എനിക്ക് അറിയില്ലായിരുന്നു ഇത് അബ്യൂസ് ആണെന്ന്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്നാണ് ഉണ്ടായത്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ നിന്ന്. അപ്പൊ അവരെന്നോട് ആവശ്യപ്പെട്ടത് ഇതിന് എന്തെങ്കിലും പ്രൂഫ് വേണം. ഞാനെന്ത് പ്രൂഫ് ഉണ്ടാക്കാൻ പോകണം? 5 വയസ്സിൽ എനിക്ക് ഉണ്ടായ കിട്ടിയല്ലോ ഇവിടെ ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയില്ല. ഞാൻ നിങ്ങളോട് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചിലപ്പോൾ 1000-കണക്കിന് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ടാവുന്നത് ഈ മൊത്തം ആൾക്കാരെ നിങ്ങൾ ഡിനേ ചെയ്യാണ്. അത് നിങ്ങൾ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വർഷങ്ങളായിട്ട് പരാതി കൊടുത്ത് 10 പരാതികൾ ഇപ്പോഴും പെൻഡിംഗ് ഉള്ളവരാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലേ? നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ല, കോടതിയിൽ വിശ്വാസമില്ല, പോലീസിൽ വിശ്വാസമില്ല. നിങ്ങൾ കൺക്ലൂഷനിലും ഞാൻ ഒരു ഡിസ്കഷനിലുമാണ്. നിങ്ങൾ എത്തുന്ന കൺക്ലൂഷനിലേക്കാണ്, ഞാനൊരു കോൺവെർസേഷനിലാണ്. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം മാഡം? 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്തത്? 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനുണ്ട്. അതുകൊണ്ട് അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാൾ. രാഹുലേഷിനോട് കോൺവെർസേഷന്റെ ഭാഗം മുട്ടാത്തക്ക ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ സഹോദരനോ എന്റെ സഹോദരനോ നേരെ 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു. അയാൾക്ക് എന്താണ് ലീഗൽ റീ? അതെ, എന്റെ സഹോദരനാണ്. ഞാൻ അയാളോട് വൃത്തമായി ഇരുന്ന് ചോദിക്കും, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡും കേൾക്കാൻ തോന്നും. എന്തുകൊണ്ട് അവരത് പറഞ്ഞു? കൊള്ളാം, നല്ല ഐഡിയ. അല്ലാതെ ഞാൻ ആദ്യം എന്റെ ബ്രദർ പറഞ്ഞു ഇറ്റ് ഈസ് നോ, അവൻ നല്ലവനാണെന്ന് ഞാൻ വാദിക്കാൻ ശ്രമിക്കും. ആരും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുക്കാതെ വെറുതെ അതും പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട. പുരുഷനും തുല്യമാണെന്നുള്ള വാദം നടത്തിയിട്ട് എവിടെയാണ് ഈ റേപ്പ് വരുന്നത്? അയ്യോ, ഇവിടെ റേപ്പ് നടക്കുന്നില്ല. ഇവിടെ റേപ്പ് നടക്കുന്നില്ല. സൂപ്പർ, ഇവിടെ റേപ്പേ നടക്കുന്നില്ല. അടിപൊളിയാണ്. ഇവിടെ കണ്ടിട്ട് ഒരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. പറഞ്ഞത് കൺസെന്റോട് കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന് 10 വർഷത്തിന് ശേഷം കൺസെന്റ് പിൻവലിക്കാനാവില്ല. റെട്രോസ്പെക്റ്റീവ്ലി നമുക്ക് കൺസെന്റ് പിൻവലിക്കാൻ ഇന്ത്യൻ നിയമവും ലോകത്തിലെ നിയമവും അനുശാസിക്കുന്നു. അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ്? നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. അതെ മാഡം, അത് ദീപകിന്റെ കാര്യത്തിൽ എങ്ങനെ ആപ്ലിക്കേഷൻ? ഭാരതത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. ഭാരതത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എനിക്കറിയാം. നിങ്ങളാണ്
കൊലയാടി മോളെ പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന്ന് ഞരങ്ങുവാ. കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടി പറഞ്ഞാണ് ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. എന്താ ഉറക്കം വരുന്നു. സംശയത്തിന്റെ ആനുകൂല്യം എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ, ഒരു സ്ത്രീ എന്നുള്ള. മാഡം, ഇത് പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? ഇത് പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടോ? പുരുഷനെ വലിച്ചെറിഞ്ഞു പറയാറുണ്ടോ? ഇല്ലല്ലോ. അതിജീവിതമാണെന്ന് ആര് തീരുമാനിക്കും? ആര് തീരുമാനിക്കും? കോടതി. ആ, കോടതി തീരുമാനിക്കും. കോടതി കോടതി തീരുമാനിക്കും. നിങ്ങളാണോ അതിജീവിതം തീരുമാനിക്കുന്നത്? നിങ്ങളെന്താ നിങ്ങളാണോ അതിജീവിതം തീരുമാനിക്കുന്നത്? അല്ലല്ലോ. ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു bad touch ആണെന്ന്. കൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. വീഡിയോക്കകത്ത് അങ്ങനെയുള്ള കോടതിയല്ല. ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. നിങ്ങൾ തോന്നുന്നു. പക്ഷെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. സമൂഹത്തിൽ മെയിൽ ഷോവനിസം ഉണ്ട്. അതിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം അല്ല. നമ്മുടെ സമൂഹത്തിൽ മെയിൽ പാട്രിയാർക്കിയും ഷോവനിസ്റ്റിക് ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷെ നേരെ തിരിച്ചാലും മറുപടി ഫെമിനാസിസം അല്ല. നമ്മൾ ഫെമിനിസ്റ്റും തമാശ പറയുന്ന പോലെ. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.